2025 ജൂലൈയിൽ നടന്ന വനിതാ യൂറോകപ്പിൽ ചാമ്പ്യന്മാരായത് ഇംഗ്ലണ്ട്. വനിതാ യൂറോകപ്പ് കിരീടം രണ്ടാം തവണയും ഇംഗ്ലണ്ട് സ്വന്തമാക്കി. സ്പെയിനിനെ കീഴടക്കിയാണ് ഇംഗ്ലണ്ട് കിരീടം ചൂടിയത്. 2025 മൂന്നാമത് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം നടന്നത് നീസ്, ഫ്രാൻസ്. ആദ്യ സമ്മേളനം 2017 ന്യൂയോർക്കിലും രണ്ടാമത്തെ സമ്മേളനം 2022 ലിസ്ബണിലുമാണ് നടന്നത്. 2025 സമ്മേളനം ഫ്രാൻസും കോസ്റ്ററിക്കയും സംയുക്തമായി നടത്തുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും സമുദ്രത്തെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായി ഉപയോഗിക്കുന്നതിനും എല്ലാ പങ്കാളികളെയും സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ്. പാരീസിലെ ഗ്രേവിൻ മ്യൂസിയം കസ്റ്റമൈസ്ഡ് സ്വർണ്ണനാണയം നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ നടൻ ഷാരൂഖ് ഖാൻ. മഹാത്മാഗാന്ധിക്ക് ശേഷം ഗ്രേവിൻ മ്യൂസിയത്തിൽ നാണയം നൽകി ആദരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഷാരൂഖ് ഖാൻ. സെലിബ്രിറ്റികളുടെ മെഴുകുരൂപങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ മ്യൂസിയം. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിഷ്കരണ വകുപ്പ് നടപ്പാക്കുന്ന സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിക്ക് സ്റ്റേറ്റ് കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ് കീഴിലെ 11 ഇനങ്ങളിൽ ഒന്നാമതായി ഇടം പിടിച്ച കേരളത്തിൻ്റെ പദ്ധതി ഏത്? ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ സമാഹരിച്ച് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ്. ഒരു ATM കാർഡിൻ്റെ മാതൃകയിൽ ചിപ്പും QR കോഡും യുണീക്ക് നമ്പരും ഉൾപ്പെടുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡിൽ വ്യക്തിഗത വിവരങ്ങളും ഭൂമി സംബന്ധമായ വിവരങ്ങളും ലഭ്യമാകും.